കറക്റ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നത്. പക്ഷെ വീഡിയോയിൽ എനിക്ക് ക്ലിയർ ആയിട്ട് കിട്ടണില്ല. അപ്പൊ ഇവിടുന്ന് തൊട്ട് ഇവിടെ ഉള്ള ഒരു വ്യത്യാസം നിങ്ങൾക്ക് കാണുന്നില്ലേ? ഈ ഒരു പോർഷൻ തൊട്ട് ഇവിടേക്ക് വരെയുള്ള ഇത്രയൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. തെളിയിക്കാനും വേണ്ടിയിട്ട് ഇനി ഫൗണ്ടേഷൻ എല്ലാം അറിയാൻ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ തുടച്ചിട്ട് തരാം. എന്നാലും പുറത്തുനിന്ന് ലൈറ്റ് ഓവറായിട്ട് അടിക്കണോണ്ട് കറക്റ്റ് മനസ്സിലാവാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ അകത്തേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവുന്നുണ്ട് ഞാൻ ഈ ഒരു പാക്ക് ഇവിടുന്ന് തൊട്ടിട്ടുള്ളത് എന്നുള്ള ആ ഒരു ഇത് വ്യക്തത വരുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ അകത്തേക്ക് വന്നിട്ടുള്ളത്. ഫ്ലാഷ് ഒന്നും വർക്ക് ആവണില്ല കേട്ടോ. അപ്പോൾ ഇത്ര ക്ലാരിറ്റിയിലൊക്കെ എനിക്ക് തെളിയിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ബാക്കിയൊക്കെ നിങ്ങളുടെ രീതിക്ക് ഇങ്ങനെ അപ്പോൾ നമ്മളൊരു വൈറ്റനിങ് പാക്കുമായിട്ടാണ് വന്നിട്ടുള്ളത്. സ്കിൻ വൈറ്റനിങ് പാക്ക്. അതെന്താന്ന് വെച്ചാൽ നമ്മുടെ ഡാർക്ക് സ്കിൻ ടോൺ അല്ലെങ്കിൽ സ്കിൻ ടോൺ ഇത്തിരി വീറ്റിഷോ എങ്ങനെയെങ്കിലുമൊക്കെ നിൽക്കണവർക്ക് ഒരു 1-2 ഷെയ്ഡ് ലൈറ്റ് ടോൺ ആക്കട്ടോ. ഈ പച്ചമലയാളത്തിൽ പറഞ്ഞാൽ കറുത്തോലെ വെളുപ്പിക്കാന്ന്. പക്ഷെ ആ കറുത്തോലും വെളുത്തോളും ഉള്ള കൺസെപ്റ്റിനോടൊന്നും ഞാൻ യോജിക്കണില്ല കേട്ടോ. എനിക്ക് കുറെ കറുപ്പ് എന്തായാലും കുറെ വെളുപ്പുണ്ടായാലും എന്താ മനുഷ്യൻ നന്നാവണം എന്നുള്ള ഒരു കൺസെപ്റ്റാണ്. ഞാൻ ഇത്തിരി ഡാർക്ക് സ്കിൻ ടോൺ ആണ്. പക്ഷെ അതിന്റെ പേരിൽ ഞാൻ വെളുക്കാനും വേണ്ടിയിട്ട് ഒന്നും തേക്കാറൊന്നുമില്ല കേട്ടോ. പക്ഷെ മേക്കപ്പ് ഇടുന്ന എന്തിനാന്ന് ചോദിക്കണോലോട് അത് ഞാൻ എന്റെ സ്കിൻ ടോൺ തന്നെ ഒന്ന് ഗ്ലോ ആക്കണം, അല്ലാണ്ട് ലൈറ്റ് ആക്കല്ല കേട്ടോ. കുറെ പുട്ടിയിട്ട് വെളുപ്പിക്കുന്നതോട് എനിക്കും താല്പര്യമല്ല. നമ്മുടെ സ്കിൻ ടോണിനെ നമ്മുടെ സ്കിൻ ടോണിനെ ഫേസ് കട്ടിനെല്ല നമ്മള് ഒന്ന് മെച്ചപ്പെടുത്തിയെടുക്കാന്നാണ് കേട്ടോ ഈ മേക്കപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ പറഞ്ഞു വന്ന വിഷയം എന്താന്ന് വെച്ചാല് ചിലവർക്കെങ്കിലും സ്വന്തം സ്കിൻ ടോൺ 1-2 ഷെയ്ഡ് ലൈറ്റ് ആയെങ്കിലും എന്നൊരാഗ്രഹം ഉണ്ടാവൂലേ, അവർക്കൊരു ഹെൽപ്പ് ആവാനും വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യണത്. അപ്പം എനിക്ക് ഇതിന്റെ ഒരു റിലേറ്റീവ് ഷെയർ ചെയ്തതാണ്. നമ്മുടെ വീടുകളിൽ എപ്പോഴും ഉണ്ടാവുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നല്ലൊരു പാക്ക് ഉണ്ടാക്കാന്നുള്ളത്. അപ്പൊ ഞാൻ ഉണ്ടാക്കി നോക്കിയപ്പോൾ എനിക്ക് റിസൾട്ടും കിട്ടി. ആ ഒരു എക്സൈറ്റ്മെന്റിൽ ഞാൻ റിസൾട്ട് കിട്ടിയാലും നിങ്ങളോട് വന്നു കണ്ട് ഇൻട്രോ പറയണത്. അപ്പൊ നമുക്ക് ആ വീഡിയോയിലേക്ക് കുറെ പറഞ്ഞു വെറുപ്പിക്കാണ്ടാണ്ട് പോവാം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് എടുത്തിട്ടുള്ളത് മല്ലിയിലയാണ് കേട്ടോ, നമ്മുടെ കൊറിയാണ്ടർ ലീവ്സ്. അപ്പോൾ നമ്മളിത് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കണം. അതിന് മുമ്പ് നമ്മളിതിൻ്റെ ഇടയിലായിട്ട് പുല്ലുകളും അങ്ങനത്തെ കുറ്റി ചെടികളൊക്കെ ഉണ്ടാവും. അതൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് നല്ല ഫ്രഷ് ഇലകൾ എടുക്കാൻ നോക്കുക കേട്ടോ. എപ്പോഴും നല്ല പച്ച കളറിൽ വൃത്തിയിൽ നിൽക്കണ യെല്ലോയിഷ് ഒന്നും ആവാത്ത ഇലകൾ എടുക്കുക. എന്നിട്ട് അതിൻ്റെ ഇടയിലുള്ള അഴുക്കൊക്കെ ഒന്ന് ജസ്റ്റ് കളഞ്ഞെടുക്കാൻ കേട്ടോ. അതിന് ശേഷമാണ് നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്തെടുക്കേണ്ടത്. അതിന് മുമ്പായിട്ട് നമ്മുടെ തണ്ടിൽ വരുന്ന വേരും അതിൻ്റെ അവിടുത്തെ ചളിയൊക്കെ ഒന്ന് കളഞ്ഞതിൻ്റെ ശേഷം നമ്മൾ നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ട് കേകിയെടുക്കാം കേട്ടോ. ഈ മല്ലിയില കേകിയെടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. നമ്മൾ ഇങ്ങനെ പൈപ്പിൻ്റെ ചോട്ടിലൊന്നും കാട്ടിയിട്ട് കേൾക്കരുത്. ഒരു പാത്രത്തിലിട്ടിട്ട് നന്നായിട്ട് വാഷ് ചെയ്യണം. കാരണം അതിൽ പൊടികളും ഒരു സൈസ് ചരല് പോലെ ചെറിയ സംഭവങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ ഇങ്ങനെ കേകിയെടുക്കുമ്പോൾ ആ ഒരു വെള്ളത്തിൻ്റെ അടിയിലേക്ക് വരും. നമുക്ക് ഈ ഒരു ഇല മാത്രം നല്ല വൃത്തിയായിട്ട് കിട്ടുന്നതാണ് കേട്ടോ. കണ്ടില്ലേ, ആ ഒരു വെള്ളം നമ്മൾ ഡ്രെയിൻ ചെയ്ത് കളഞ്ഞ ശേഷം 1-2 പ്രാവശ്യം കൂടി കേകിയെടുക്കുക. ഞാൻ ഇത്രയും റിസ്ക്കി ആയിട്ട് കേകിയെടുക്കണം എന്ന് പറയണതിനൊരു കാരണമുണ്ട്. നമ്മൾ ഫേസിലിടാനാണ് കേട്ടോ. പിന്നെ ഈ ഒരു ഇല കൊണ്ട് എന്തൊക്കെയാണ് ഇപ്പം ഉപകാരം എന്ന് ചോദിക്കണോലോട്, നമ്മുടെ ആക്നെ, പിമ്പിൾസ്, അതേമാതിരി വൈറ്റനിങ് ഒക്കെ നല്ലൊരു ഏജൻ്റാണ് കേട്ടോ ഇതിനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ അതിനുശേഷം നമ്മൾ കത്രിക എടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ അതിൻ്റെ കൂടെ വേണ്ടത് നമുക്കൊരു നാരങ്ങ കൂടി വേണം. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും പറയാൻ പറ്റുമല്ലോ, നല്ലൊരു അസിഡിറ്റി സ്വഭാവമുള്ള ഒരു നല്ല സ്ക്രബായിട്ടും ഫേസ് പാക്കിലൊക്കെ നല്ല യൂസ്ഫുള്ളായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ നാരങ്ങ നീര്. അപ്പോൾ നമ്മൾ ഈ വെട്ടിയിട്ടിട്ടുള്ള ഈ ഒരു മല്ലിയിലകളൊക്കെ ചെറിയ മിക്സിയുടെ ജാറിലേക്ക് ഒഴിക്കുക. ഒരു കാര്യം വീണ്ടും ശ്രദ്ധിക്കുക, ജാറൊക്കെ നന്നായിട്ട് വാഷ് ചെയ്ത് എടുക്കണം. നമ്മൾ മുളക് അരച്ചതൊക്കെ ആണെങ്കിൽ നന്നായിട്ട് തിളച്ച വെള്ളമൊക്കെ ഇട്ടൊന്ന് കുലുക്കി കഴുകുക കേട്ടോ. അതിനുശേഷം നമ്മൾ ഒരു അരമുറി നാരങ്ങയാണ് കേട്ടോ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. ഓവറാവണ്ട, കാരണം നമുക്ക് മുഖത്ത് സ്ക്രാച്ചസ് ഒക്കെ ഉണ്ടെങ്കിൽ നല്ല പണി കിട്ടും കേട്ടോ. അതിനുശേഷം നമ്മൾ ബ്ലൂ ഹെവൻ്റെ റോസ് വാട്ടറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് നല്ലൊരു റോസ് വാട്ടറാണ്, നല്ല അഫോർഡബിളാണ്, വലിയ വിലയൊന്നുമില്ല. ആകെ 50 രൂപക്കൊക്കെ ഉണ്ട് എനിക്ക് കിട്ടിയത്. പക്ഷെ ഞാനത് സ്പ്രേ ചെയ്ത് ആകെ സസ്യമായി. എന്താ വെച്ചാൽ ഒരു ഇത്തിരിയല്ലേ ചാടുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ അടപ്പൊക്കെ തുറന്നിട്ട് ഒരു ടീസ്പൂണായിട്ടും ഇട്ടിച്ച് കൊടുത്തിട്ടോ. അപ്പോൾ ഞാനിത് ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. ഇത്രയും മതി നമ്മുടെ മെയിനായിട്ടുള്ളത്. പിന്നെ ഒരു സംഭവം കൂടിയുണ്ട്, പക്ഷേ നമുക്ക് അതിനനുസരിച്ച് കുറേ വാട്ടറി ആയിട്ട് കിട്ടാത്തതുകൊണ്ട് ഞാനൊരു കുക്കുംബറിൻ്റെ പീസ് കൂടി ആയതായാലും നല്ലതല്ലേ വിചാരിച്ച് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നല്ല വാട്ടറി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കുക്കുംബർ വേണമെന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. അതിനനുസരിച്ച് റോസ് വാട്ടറും ഒന്ന് കൂടുതൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഞാൻ കുക്കുംബർ ഉണ്ടായതുകൊണ്ട് നല്ലതല്ലേ വിചാരിച്ചിട്ട്
എടുത്തു എന്ന് മാത്രം. അതുപോലെ തന്നെ ഞാൻ അരിപ്പയിലിട്ടല്ല അരിക്കുന്നത്, നല്ല കോട്ടൻ്റെ വൈറ്റ് ക്ലോത്ത് എടുത്തിട്ട് അതിലിട്ടാണ് കേട്ടോ അരിക്കുന്നത്. കാരണം നമുക്കിതിൽ നീര് മുഴുവൻ എടുക്കാൻ നല്ലോണം അമർത്തി പിയ്യാനൊക്കെ കംഫർട്ടബിൾ ആയിട്ടുള്ളത് ഇങ്ങനെ എടുക്കുമ്പോഴാണ് കേട്ടോ. ഇപ്പോൾ കണ്ടില്ല, എനിക്ക് അത്യാവശ്യം നന്നായിട്ട് വെള്ളം ചേർക്കാതെ തന്നെ നല്ല നീര് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ നല്ല സത്തുകൾ മുഴുവൻ നമ്മളിങ്ങനെ നന്നായിട്ട് അമർത്തി പിഴിഞ്ഞെടുക്കുക. ഇപ്പോൾ നമ്മൾക്ക് ഈ കിട്ടിയിട്ടുള്ള മിക്സാണ് കേട്ടോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിങ്. ഇതിലേക്ക് നമ്മൾ ഒരു സംഭവം കൂടിയാണ് ആഡ് ചെയ്യുന്നത്. ഇത് അരിപ്പൊടിയാണ് കേട്ടോ. അരിപ്പൊടി നമ്മൾ 1 ടീസ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട്. അരിപ്പൊടി നിങ്ങൾക്ക് അറിയണത് പോലെ ഒരു നല്ല ആൻറ്റി ഏജനിങ് ആയിട്ടുള്ള ഒരു ഏജൻറ്റാണ്. പിന്നെ അതേപോലെ തന്നെ സ്കിൻ വൈറ്റനിങ്ങിനും അതുപോലെ നമ്മളിങ്ങനെ കുക്ക് ചെയ്യാണ്ട് യൂസ് ചെയ്യുമ്പോൾ നല്ല സ്ക്രബൊക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു സാധനമാണ് കേട്ടോ. സ്കിൻ വൈറ്റനിങ്ങിന് തോന്നുന്ന മിക്ക പാക്കുകളിലും നമ്മൾ അരിപ്പൊടി യൂസ് ചെയ്യും. അരിപ്പൊടി ഇല്ലാത്തവർക്ക് ഇനി കോൺഫ്ലവർ കൊടുക്കാം കേട്ടോ. കോൺഫ്ലവറും നല്ല സ്കിന്നിന് പറ്റിയിട്ടുള്ള ഒരു മിക്സ് തന്നെയാണ് കേട്ടോ. അത് നന്നായിട്ട് കെട്ടാതെ മിക്സ് ചെയ്തെടുത്ത ശേഷം നമ്മളൊരു പാന് ചൂടാക്കുകയാണ്. അപ്പോൾ ഞാൻ നോൺ സ്റ്റിക്ക് എടുത്തതിന് കാരണം, പരന്നതായിട്ടും എടുത്തതിന് കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇതിൽ എരിവുള്ളതൊന്നും കുക്ക് ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എളുപ്പത്തിൽ ഒരു പ്രശ്നമില്ലാതെ ഇത് വേവിച്ചെടുക്കാമെന്ന് കരുതി നമ്മൾ ലോ സിമ്മിലിട്ടിട്ടാണ് കേട്ടോ ഇത് ചെയ്യേണ്ടത്. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മൾ ലൈറ്റായിട്ട് ഇങ്ങനെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. കൈ എടുക്കാണ്ട് ഇളക്കിയെടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. കാരണം ഇത് വേഗം കെട്ടും, ഒരു പൊടി ആഡ് ചെയ്തതല്ലേ. അപ്പോൾ നമ്മളൊരു 1-2 മിനിറ്റ് ആകുമ്പോഴേക്ക്, ഈ ഒരു മിനിറ്റിന് ആവേണ്ട അപ്പോഴേക്ക് നമുക്ക് ഈ ഒരു ടെക്സ്ചർ കിട്ടും. അപ്പോൾ നമ്മൾ ഈ തീയൊന്ന് ഓഫ് ചെയ്യുക, എന്നിട്ടൊന്ന് തണുക്കാനായിട്ട് വെക്കട്ടോ. ഈ ഒരു പരുവത്തിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതൊരു ലൈറ്റ് കളറായിട്ട് തോന്നുന്നത് നമ്മളെ ഫ്ലാഷ് ലൈറ്റ് ഉണ്ടായതുകൊണ്ടാണ് കേട്ടോ. നമ്മൾ അകത്ത് കുക്ക് ചെയ്യുമ്പോൾ റിംഗ് ലൈറ്റ് ഒന്നും യൂസ് ചെയ്യാത്തതുകൊണ്ട് ഫ്ലാഷ് ഓൺ ആക്കേണ്ടി വരുന്നുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ. ഇത് നല്ലൊരു ക്രീമി ടെക്സ്ചറിൽ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സ്റ്റീൽ ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മൾ ചൂട് കൊടുക്കുക പ്ലാസ്റ്റിക്കിലേക്കൊന്നും മാറ്റാണ്ടിരിക്കാൻ ശ്രദ്ധിക്കട്ടോ. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഇതിൻ്റെ ഒരു പരുവം എന്തൊക്കെയോ കഴിക്കാനുള്ളതിൻ്റെ പോലെയൊക്കെ ഒരു ലുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് നല്ല സക്സസ്ഫുൾ ആയിട്ട് പാക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് കൂൾ ചെയ്യാൻ നിൽക്കുക. കൂൾ ചെയ്ത ശേഷം നമ്മളെ കയ്യിലേക്ക് പുരട്ടി കൊടുക്കാം കേട്ടോ. അപ്പോൾ ക്യാമറ മാനേജ് ചെയ്യാൻ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ ഒരു സൈഡിൽ വെച്ചിട്ട് നിങ്ങൾക്ക് കാണാനും വേണ്ടിയിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പുരട്ടിയെടുക്കുകയാണ് കേട്ടോ. നന്നായിട്ട് പുരട്ടിയെടുക്കുന്നുണ്ട്. ഞാൻ ചില വീഡിയോസിൽ കണ്ട് ഇത് 2-3 കോട്ടായിട്ട് പുരട്ടിയെടുക്കുന്നത്. അങ്ങനെയും ചെയ്യാം. ഒരു തിൻ ലെയർ കൊടുത്തിട്ട് 1-2 ഡ്രൈ ആയിട്ട് അടുത്ത കോട്ട് അങ്ങനെ ചെയ്യാം. ഞാനിത് എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് ഒന്നായിട്ടൊന്ന് പുരട്ടിയെടുക്കുകയാണ്. അപ്പോൾ ഇത് എത്രയാണോ കട്ടിക്ക് കൊടുക്കുന്നത് അത്രയും ഉണങ്ങാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഒരു മിനിമം 20 മിനിറ്റെങ്കിലും നമ്മളിത് എന്തായാലും വെച്ചിരിക്കണം കേട്ടോ. അപ്പോൾ നമ്മളൊരു പെട്ടെന്നൊരു ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു പാക്കല്ല. പക്ഷേ നമ്മളൊരു അരമണിക്കൂർ മുമ്പെങ്കിലും നമുക്ക് മതി, ഓർമ്മ വരുന്നുണ്ടെങ്കിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു പാക്കാണ് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ഈ 2 കൈൻ്റെയും വ്യത്യാസം ഒന്ന് കാണിച്ചു തരുന്നുണ്ട്. ഇനി ഇങ്ങനെയാണ് കേട്ടോ ഞാൻ തേച്ചെടുത്തിട്ടുള്ളത്. ഞാൻ ബ്രഷൊന്നും യൂസ് ചെയ്തിട്ടില്ല. ബ്രഷൊക്കെ യൂസ് ചെയ്യാൻ മാത്രം സാധനം ഞാൻ എടുത്തിട്ടില്ല, അതുകൊണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ഇത് നല്ലതായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമ്മൾ ക്യാമറ സ്വന്തം കയ്യിൽ പിടിക്കേണ്ടതുകൊണ്ട് തന്നെ പൈപ്പിലൊന്നും പോവാണ്ട് ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് ഇങ്ങനെ കഴുകിയെടുക്കുകയാണ്. പക്ഷെ അത് ഒറ്റയ്ക്ക് കഴുകിയെടുക്കാനോ എന്ത് ചെയ്തിട്ടും കാര്യമല്ല. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇത് കഴുകി വന്നപ്പോൾ ഞാൻ നല്ല സർപ്രൈസ്ഡായിട്ടോ. പക്ഷേ ഈ ഒരു പുറത്ത് നിന്നിട്ട് ഇത് കാണിച്ചു തരുന്നതുകൊണ്ട് നിങ്ങൾക്ക് കളർ വ്യത്യാസം മനസ്സിലാവണില്ല എന്ന് ഞാൻ ഫോണിലോട്ട് നോക്കിയപ്പോഴാണ് കേട്ടോ മനസ്സിലായത്. അപ്പോൾ ഞാൻ കരുതി നമുക്ക് അകത്ത് പോയിട്ടൊന്ന് കാണിച്ചു തരാമെന്ന് കേട്ടോ. അപ്പോൾ മാഷാ അല്ലാഹ് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഞാൻ എവിടെ മുതലാണ് തേച്ചത് എന്നുള്ളത് വ്യക്തമായിട്ട് അതിൽ അറിയണില്ലേ. അപ്പോൾ നിങ്ങൾ ഫേസിൽ മൊത്തം അപ്ലൈ ചെയ്യുക, എവിടെയും വിടാണ്ട് ചെയ്യുക കേട്ടോ. ഇതിങ്ങനെ വൈറ്റനിങ് ആവണതുകൊണ്ട് തന്നെ എവിടെയെങ്കിലും വിട്ടാൽ ബോറായിട്ട് പോകും. അപ്പോൾ ഇതൊരു ആർട്ടിഫിഷ്യൽ ലുക്ക് തോന്നുന്നുണ്ട് അല്ലേ, അത് പ്രശ്നമാക്കുന്നില്ല. ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ നോർമലായിട്ട് ഉള്ളൊരു സ്കിൻ കളറിലേക്ക് വരുന്നുണ്ട്. ഒരു ലൈറ്റ് നമ്മളെ സ്കിൻ കളറിലേറെ ഒരു ഷെയ്ഡ് ലൈറ്റ് ആയിട്ടുള്ള കേട്ടോ. നിങ്ങളൊക്കെ വീഡിയോ കണ്ടുവരാണല്ലേ, വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ചെറിയൊരു ഡൗട്ടില്ല ഇത് ഫേക്ക് ആണോ റിയൽ ആണോ എന്നുള്ളത്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന് ഇപ്പം എൻ്റെ ഈ ഒരു റിസൾട്ട് കണ്ടപ്പോൾ ആ ഒരു കൗതുകത്തിൽ ഞാൻ ഓക്ക് എക്സൈറ്റ്മെന്റോട് വിട്ടുകൊടുത്തതാണ് കേട്ടോ. അപ്പം എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. പക്ഷെ ഓളിനോട് ഫസ്റ്റ് ആയിട്ട് ചോദിച്ചത് എന്താണെന്ന് അറിയോ, സത്യം പറഞ്ഞാൽ ഇതൊരു ഫൗണ്ടേഷൻ ഇട്ടതല്ലേ എന്ന്. അപ്പോൾ ഓക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ ഇതാ ജസ്റ്റ് ഞാൻ ഇങ്ങനെ ഒന്ന് പ്രൂവ് ചെയ്യാൻ എനിക്ക് കഴിയുള്ളൂ. സത്യം പറഞ്ഞാൽ എൻ്റെ കൈ ഇതിലാറെ ഒന്നുകൂടി ലൈറ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ വീഡിയോയിൽ എനിക്ക് ക്ലിയർ ആയിട്ട് കിട്ടണില്ല. അപ്പൊ ഇവിടുന്ന് തൊട്ട് ഇവിടെ ഉള്ള ഒരു വ്യത്യാസം നിങ്ങൾക്ക് കാണുന്നില്ലേ. ഈ ഒരു പോർഷൻ തൊട്ട് ഇവിടക്ക് വരെയുള്ള ഇത്രയൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. തെളിയിക്കാനും വേണ്ടിയിട്ട് ഇനി ഫൗണ്ടേഷൻ എല്ലാം അറിയാനും വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ തുടച്ചിട്ട് തരാം.
എന്നാലും ഇത് ഇങ്ങനെ വ്യത്യാസപ്പെട്ടിട്ടുണ്ട് കേട്ടോ. നമ്മളെ കൈന്റെ ഫേസും കൈയും തമ്മിലുള്ള വ്യത്യാസമൊക്കെ കാണുന്നില്ലേ. അപ്പം ജസ്റ്റ് ചെയ്ത് നോക്കുക. എന്നിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ, റിസൾട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ അപ്പൊ വന്ന് കണ്ട് നെഗറ്റീവ് അടിച്ചോളി. ചെയ്യാണ്ട് ഇത് ഉണ്ടാവില്ല എന്ന് കരുതരുത് കേട്ടോ. ഞാനും നല്ലോണം നെട്ടിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ കരുതിയിട്ടാട്ടോ വേഗം തന്നെ ഷെയർ ചെയ്യണത്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് സെൻഡ് ചെയ്ത് കൊടുക്കുക. ചിലപ്പോൾ അവർക്കും ഇതുകൊണ്ടൊരു യൂസ് ഉണ്ടെങ്കിലോ. അതേപോലെ തന്നെ വീഡിയോക്ക് എന്ത് നെഗറ്റീവ് ഉണ്ടെങ്കിലും കമന്റ് ബോക്സിൽ അറിയിക്കുക. പോസിറ്റീവും ഫീഡ്ബാക്കും ഓൾസോ അറിയിക്കണം കേട്ടോ. അപ്പൊ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്യാം. നാളെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.